ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഔട്ട് വീഡിയോ ആണ്. ഞാനും മോളുമായിട്ട് ഇവിടെ ഈ പരിസരത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും മാർക്കറ്റിലെ കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ലിഫ്റ്റിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുകയാണ്. തക്കുടിൻ്റെ വക ഒരു ഹായ് എല്ലാവർക്കും. ലിഫ്റ്റ് ഓപ്പൺ ആയി. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാം. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആകത്തുള്ളൂ. ഇനി മുന്നോട്ട് നടക്കാം. ഓക്കെ, നടന്ന് ഞങ്ങളിപ്പോൾ കനാലിൻ്റെ സൈഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മെയിൻ റോഡ് കയറണം. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. ഇവിടുത്തെ റോസാപ്പൂക്കൾ കണ്ടോ, നല്ല വലുപ്പത്തിലാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. ഇതിൽ കാണുന്ന വലുപ്പമൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല സൈസ് ഉണ്ട് അതിന്. എന്നാലും ഒരു കൊണ്ടയിൽ തന്നെ ഇത്രയും പൂവുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. കാരണം എല്ലാവരും ഓഫീസിലേക്കൊക്കെ പോയി കഴിഞ്ഞ സമയമാണ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് റോഡ് ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത്. സാധാരണ 10 മണിക്ക് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റഷ് ആയിരിക്കും റോഡ്. ഇവിടുത്തെ സിറ്റി ബസ്സുകളൊക്കെ മാക്സിമം ഡബിൾ ഡെക്കർ ആയിരിക്കും കേട്ടോ. ഇതാ ഇപ്പോൾ ഒരെണ്ണം ക്രോസ് ചെയ്ത് പോവുകയല്ലേ, അത് ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇവിടുത്തെ സിറ്റി ബസ് മാക്സിമം ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഗ്രീൻ ലൈറ്റ് വരുമ്പോഴേക്കും വണ്ടികളൊക്കെ അവിടെ നിൽക്കും, നമുക്ക് ക്രോസ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ റോഡിൻ്റെ മറുവശത്തെത്തി. ആ ബ്ലൂ കളറിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, അതൊരു കോളേജാണ്, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ബർമിംഗം. ഇനി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴേക്കും അവിടെ ഒരു സിഗ്നലുണ്ട്, അവിടെയും വെയിറ്റ് ചെയ്ത് വേണം ക്രോസ് ചെയ്ത് പോകാൻ. സിഗ്നൽ ക്രോസ് ചെയ്ത് വീണ്ടും നടക്കുകയാണ്. ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ഇല്ലേ, ഇത് ഒരു മ്യൂസിയമാണ്. ഇത് അതിൻ്റെ ഓഫീസാണ് ഈ ഭാഗത്തൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ്. ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് സെന്റിനറി സ്ക്വയർ. ഇത് ക്ലോക്ക് ടവർ ആണ് കേട്ടോ. ഇവിടെ വെറുതെ വന്ന് ആൾക്കാർ ഇരിക്കാറുണ്ട് സമയം ടൈം പാസ് ആക്കാൻ. അവിടെ ഒരു ബുള്ളിൻ്റെ ഒരു സ്റ്റാച്ചു പോലെ വെച്ചിരിക്കുന്നുണ്ടോ, അതിപ്പോൾ ഈ ഇടയായിട്ട് ഈ സമ്മർ ടൈമിൽ എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട്. ബർമിംഗമിന് ചുറ്റിലും പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിലെത്തി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് അതിൻ്റെ അടുത്ത് പോയി തന്നെ ആ ഫൗണ്ടെയിൻ കാണണം. പോയിട്ട് ആൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് യാത്ര മുന്നോട്ട് പോവാം. ആണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു വിക്ടോറിയയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആൾക്ക് ഈ സ്ഥലം എല്ലാം പരിചയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രണ്ടിൽ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഒരു പോക്കങ്ങ് പോണത്. ഈ ഏരിയ എല്ലാം നല്ല പരിചയമായിട്ടുണ്ട് ആൾക്ക്. ഇതാണ് വിക്ടോറിയ സ്ക്വയർ. ചുറ്റിലും കാണുന്നതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് ഇവിടെ ഇരിക്കണം, കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ആയിട്ടൊക്കെ പോകണം എന്നുള്ളത് നിർബന്ധമാണ്.
ഇവിടെയൊക്കെ വന്നിരിക്കാം ഫ്രീ ടൈമൊക്കെ ഉള്ളപ്പോഴേക്കും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട്. ഒരുപാട് ബെഞ്ചസ് ഒക്കെ കാണും, വന്നിരിക്കാം. തൊട്ടടുത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, കോഫി ഷോപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം നടക്കാനായിട്ടുണ്ട്, കറങ്ങാനായിട്ടുണ്ട്. സോ നമുക്ക് ടൈം പാസ് ചെയ്യണമെങ്കിൽ ഈ ഏരിയ അടിപൊളിയാണ് കേട്ടോ. ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ബർമിംഗം വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ കാണാൻ വന്നത് ഈ സ്ഥലമാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് താഴോട്ട് നടക്കുകയാണെങ്കിൽ വേറൊരു റോഡാണ്, അതിൻ്റെ പേര് ന്യൂ സ്ട്രീറ്റ്. അത് ഇന്ന് അങ്ങറ്റം വരെ നടക്കണം കേട്ടോ. കണ്ടോ, ഇവിടെയും ഒരു ബുള്ളിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ബർമിംഗമിൻ്റെ ഒരു സിമ്പലാണ് കേട്ടോ ഈ ബുള്ളെന്ന് പറയുന്നത്. പക്ഷേ ഈ ഇടയായിട്ടാണ്, ആദ്യം ഇതൊന്നും ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു. ഈ സമ്മർ ടൈം ആയപ്പോഴാണ് അവിടെ ആയിട്ട് ഇത് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. പല കളറിൽ പല ഫീച്ചറിലൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റും. ഈ സ്ട്രീറ്റിൻ്റെ പേരാണ് ന്യൂ സ്ട്രീറ്റ്. ഇതിലിങ്ങനെ രണ്ട് സൈഡും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അതിൽ മാക്സിമം കണ്ടുവരുന്നത് റെസ്റ്റോറൻറ്റ്, പിന്നെ കോഫി ഷോപ്സ്, ചൈനീസ് കോഫി ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബാങ്ക് ഉണ്ട്, KFC ഉണ്ട്, അങ്ങനെ പിന്നെ വാച്ച് റിപ്പയറിംഗ് ഷോപ്പ്, അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ സ്ട്രീറ്റിൽ തന്നെ ഉണ്ടാവും. ഇവിടെയും ഒരു ബുള്ളുണ്ട്. റോഡിൻ്റെ നടുക്ക് തന്നെ നല്ല ഫ്ലവറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാഡ്ബറിയുടെ ബുള്ളാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ബാങ്കാണ്, HSBC ബാങ്ക് UK. ഇത് ട്രാം വരുന്ന വഴിയാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ബിന്ന് കാണും കേട്ടോ. നമ്മൾ 2-3 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ ഒരെണ്ണം കാണും, പിന്നെ വീണ്ടും ഒരു 2-3 സ്റ്റെപ്പ് നടന്നു കഴിയുന്നൊക്കെ വീണ്ടും കാണും. ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടാവും. ഈ ബുള്ള് ഇവിടെ വളരെ പ്രശസ്തമാണ് കേട്ടോ. ഇവിടെ വരുന്നവരെല്ലാം ഇതിൻ്റെ അടുത്ത് പോയിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. ഈ നേരിട്ട് കാണുന്ന ഒരു ചേർച്ചാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് വരുന്നത്. ഹലോ, റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബനാന ട്രീ.
ഇതൊരു ട്രക്കാണ്. ഇത് കോഫി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നിവിടെ ഓപ്പൺ മാർക്കറ്റിൻ്റെ അവിടെ എത്തി. ഇനി ഓപ്പൺ മാർക്കറ്റിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്, എത്ര മണിക്ക് ഇത് ഓപ്പൺ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ആദ്യം നമുക്ക് ഓപ്പൺ മാർക്കറ്റ് കാണാം. എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും ഇവിടെ കിട്ടും കേട്ടോ. UK സാധാരണ കത്തിരിക്ക ഒന്നും കിട്ടാറില്ല, പക്ഷേ ഇവിടെ കിട്ടാറുണ്ട്. നമ്മുടെ മരിച്ചീനി കിട്ടാറുണ്ട്. തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങ ഇവിടെ നിന്നേ കിട്ടാറുള്ളൂ. ടെസ്കോയിലൊക്കെ വാങ്ങുന്ന മറ്റു സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങുന്ന തേങ്ങയ്ക്ക് ഒരു എണ്ണയുടെ ചവയുണ്ടാവും. അത് കറിയിൽ അത് എടുത്തറിയാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വാങ്ങുന്നത്. നല്ല അടിപൊളി സാധനം തന്നെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. 1 പൗണ്ടാണ് ഒരു തേങ്ങ. ഇവിടെ എന്ത് സാധനം വാങ്ങിച്ചാലും 1 പൗണ്ടാണ് കേട്ടോ. സ്ട്രോബെറി ഇതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, ഓരോ ബൗളിലാക്കി വെച്ചിരിക്കുന്നില്ലേ. ഒരു ബൗളിലിരിക്കുന്ന സാധനം 1 പൗണ്ടാണ്. നല്ല ലാഭത്തിൽ വാങ്ങിക്കുകയും ചെയ്യാൻ, നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ ലോഡ് ഇറങ്ങുന്നതായിരിക്കും. അന്ന് വന്ന സാധനങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇന്ന് ഈ ഷോപ്പ് അവധിയാണെന്ന് തോന്നുന്നു. ആണോ, മരിച്ചീനി, സ്വീറ്റ് പൊട്ടേറ്റോ, പുറത്തിച്ചക്ക, പിന്നെ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ തക്കാളി ഒരാഴ്ച മാക്സിമം, അത്രയേ അത് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അതിന് പെട്ടെന്ന് കേടുവരും കേട്ടോ. ബാക്കി സാധനങ്ങളൊന്നും കുഴപ്പമില്ല. ഞാൻ ഇവിടെ സ്ഥിരം വാങ്ങുന്നതാണ്, അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 സൈഡിലെ ഷോപ്പുകളിലും ഇതൊക്കെയാണ് ഉള്ളത്. ഇനി അതിൻ്റെ ബാക്കിൽ അടുത്ത സെക്ഷൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. അവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഇന്ന് അവധിയാണെന്ന് തോന്നുന്നു. ഇനി ഇത് കർട്ടനും പിന്നെ ഷോൾ അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്ന കടകളാണ്. പിന്നെ സ്കേർട്ട്, ജമ്പേഴ്സ്, പിന്നെ തണുപ്പിനിടുന്ന ഡ്രസ്സസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുണ്ട്. ഇങ്ങനെ ഇതെല്ലാം നല്ല വില കുറവിൽ കിട്ടുകയും ചെയ്യും. ഇതൊരു സ്റ്റാള് തന്നെയാണ് കേട്ടോ. ചുമ്മാ ഈ ബാഗ്, അങ്ങനെ എന്ത് വേണമെങ്കിലും, ബെൽറ്റ്, ഹാൻഡ് ബാഗൊക്കെ നല്ല വില കുറവാണ്. പിന്നെ ഇതാ കാണുന്നില്ല, ഇമിറ്റേഷൻ ജ്വല്ലറി, കൊച്ചുകുട്ടികളുടെ ക്ലിപ്പ്, ഷൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നല്ല വില കുറവിൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ അവിടുത്തെ ഫാൻസി ഐറ്റംസ്. ഇത് പെർഫ്യൂമിൻ്റെ ഷോപ്പാണ്. ഇവിടെ ഇതാ എഴുതി വെച്ചിരിക്കുന്നത് 245 പൗണ്ട്സ്. അപ്പോൾ ഇത്രയും നല്ല വില കുറവിലാണ് നമുക്കിവിടെയൊക്കെ സാധനങ്ങൾ കിട്ടുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മൾ ടെസ്കോയിലോ വേറെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുന്നതിനെക്കാട്ടി നല്ല ലാഭമാണ് നമുക്കിവിടെ. ഇനി ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ സൈഡിൽ സ്ട്രീറ്റിലെ ഷോപ്പെല്ലാം കണ്ടായിരുന്നു. എല്ലാ സ്കേർട്ട്, പാൻസ്, അങ്ങനെ എല്ലാം വില കുറവിലാണ്. എന്തെടുത്താലും 5 പൗണ്ട് അങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല ലാഭമാണ്. ഇത് നമ്മൾ സമ്മർ എൻഡിലാണ് വരുന്നതെങ്കിൽ വില കുറച്ച് കിട്ടും. ഈ വഴി നീളം ഇങ്ങനെയാണ്. കുറേ തുണി ഷോപ്പുകളുണ്ട്, പിന്നെ വാച്ച്, ബെൽറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. പിന്നെ ബാഗ്,
ഇതിൻ്റെ ഉള്ളിലാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഇതിൻ്റെ പേര് ബുൾറിംഗ് ഇൻഡോർ മാർക്കറ്റ് എന്നാണ്. ഇതിൻ്റെ ഉള്ളിലും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഷോപ്പുണ്ട്, ഫിഷ് ഷോപ്പുണ്ട്, പിന്നെ മീറ്റ് ഷോപ്പ്, വാച്ച് റിപ്പയറിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഫിഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. പലതരത്തിലുള്ള മീനുകളും കാണാം കേട്ടോ. ഞാനിതുവരെ ഈ വക സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ജീവനുള്ള ഞണ്ടുകൾ, പിന്നെ ലോബ്സ്റ്ററൊക്കെ ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മീൻ വാങ്ങിച്ച് പോവേണം കേട്ടോ തിരിച്ച്. ഇത് ബാഗ് ഷോപ്പാണ്. പിന്നെ ഡ്രസ് മെറ്റീരിയലായിട്ട് കിട്ടും. ലെഹങ്കയൊക്കെ നല്ല ചീപ്പായിട്ട് കിട്ടും കേട്ടോ, ലെഹങ്കയുടെ മെറ്റീരിയൽ. പിന്നെ പലതരത്തിലുള്ള ഡ്രസ്സ് കിട്ടും. കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ കടകളിൽ വാങ്ങുന്നതിനെക്കാട്ടി റേറ്റ് കുറവ് തന്നെയാണ്. ഞങ്ങളിപ്പോൾ പുറത്തോട്ട് പോവേണ്. വന്ന വഴി തന്നെ കുറച്ച് തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അവിടെ ഒരു മാർക്കറ്റുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ മേക്കപ്പ് സാധനങ്ങളായാലും ബാഗായാലും ഡ്രസ്സസ് ആയാലും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ കുറേ നേരം മെനക്കെട്ട് തപ്പിയെടുക്കുകയാണെങ്കിൽ നല്ലതൊക്കെ നോക്കിയെടുക്കാവുന്നതാണ്. ഈ മാർക്കറ്റിൻ്റെ പേരാണ് സെൻറ്റ് മാർട്ടിൻസ് മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ മുഴുവനും ഡ്രസ്സസ് ആണ് കേട്ടോ. ഡ്രസ്സ്, ഫാൻസി ഐറ്റംസ്, ചോക്ലേറ്റ് ഷോപ്പ്, ബാഗ്, പിന്നെ വീട്ടിലാവശ്യമുള്ള കിച്ചൺ യൂട്ടൻസിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു ഷോപ്പ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. സോക്സിന് തന്നെ ഒരു സെപ്പറേറ്റ് ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ടോയ് ഷോപ്പാണ്. ടോയ് ഷോപ്പ് കാണേണ്ട താമസം എൻ്റെ കൊച്ചിന് ഉടനെ ഇത് വേണോ അത് വേണോ എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ കാർപ്പറ്റുകൾ കണ്ടോ. ഇനി ഇതിൻ്റെ അകത്ത് തിരക്ക് കുറവാണെന്ന് വേണം പറയാനായിട്ട്. സാധാരണ നല്ല തിരക്കുള്ളതാണ്. കണ്ടോ, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എത്ര വെറൈറ്റിയിലാണുള്ളത്. നമുക്ക് എന്ത് വേണോ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. റേറ്റും കുറവാണ് കേട്ടോ.
ഷൂസൊക്കെ ആണെങ്കിൽ നല്ല വില കുറവാണ്. ഈ ഓപ്പൺ മാർക്കറ്റിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ചൊവ്വ മുതൽ വെള്ളി വരെയാണ്. പിന്നെ ശനിയാഴ്ച ഉണ്ട്. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം. ബർമിംഗമിൽ താമസിക്കുന്നവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഓപ്പൺ മാർക്കറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത്. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.